നമസ്കാരം. കൊട്ടാരം പോലത്തെ വീടുണ്ടായിട്ട് എന്താ കാര്യം? മനസമാധാനവും ശാന്തിയും ഇല്ലാത്ത വീടിനുള്ളിൽ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഉത്തമ സന്താനങ്ങൾ ജനിക്കാതിരിക്കുകയും സന്താനങ്ങൾ ജനിച്ചാൽ തന്നെ അത് ഉത്തമമായിട്ടുള്ള അച്ഛനമ്മമാർക്ക് അനുഭവിക്കാൻ യോഗമുണ്ടാകണമെന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിധിയും കൂടെ ഓർത്തുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ധാരാളം സ്വത്തും പണവും സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് കുട്ടികളെ അല്പസന്താനങ്ങൾ ഒന്നോ രണ്ടോ കുട്ടികളെ കാണുകയുള്ളൂ. ഇവരെ പഠിപ്പിത്തത്തിൽ മാത്രം ശ്രദ്ധിപ്പിക്കും. പഠിപ്പിച്ചിട്ട് അവരെ വിദേശത്തേക്ക് കടത്തിവിടും. അവസാനം വീടുകളിൽ അവർ വിദേശത്തേക്ക് പോയി അവിടെ നിന്നൊരു വിവാഹമൊക്കെ കഴിച്ച്, ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊരു വിവാഹം കഴിച്ച് രണ്ടുപേരും അവിടെ പോയി അച്ഛനമ്മമാരെ ശ്രദ്ധിക്കാതിരുന്നിട്ട് ഏകാന്തതയിൽ ജീവിച്ച് മക്കളെക്കുറിച്ച് ഓർത്ത് കൊച്ചുമക്കളെ കുറേ മുടബിയിൽ കൂടെ കണ്ട് ജീവിതത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ സ്വയം അനുഭവിച്ച് തീർക്കുന്ന ഒരുപാട് വൃദ്ധ ദമ്പതിമാരെ കണ്ടുകൊണ്ടിരിക്കുന്നതിനും അവരുടെ ദുഃഖങ്ങൾ കേൾക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി വിദേശത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ അവരെ അന്വേഷിക്കുകയും വിളിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളുമൊക്കെ വാർദ്ധക്യകാലത്ത് ചെയ്തു കൊടുക്കുമ്പോഴാണ് മകൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത്, ഇല്ലെങ്കിൽ മക്കളുടെ ജീവിതം മകളുടേതാണെങ്കിലും ഒക്കെ പൂർണ്ണമാകുന്നത്. അതിന് പണ്ട് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്തൊരു തഹസീൽദാറുടെ അച്ഛന് ഒരു പാത്രം കൊടുക്കും. ആ പാത്രം സമയമാകുമ്പോൾ അത് നായ്ക്കും അദ്ദേഹത്തിൻ്റെ പിതാവിന് കൊടുക്കണ ഒരേ ഒരു പാത്രമാണ്. അപ്പോൾ ഈ അച്ഛൻ ആ പാത്രം ഭക്ഷണം കൊടുത്ത് ഈ അച്ഛൻ ഒരു ദിവസം മരിച്ചു കഴിഞ്ഞ് പാത്രം എടുത്ത് ഇദ്ദേഹം എറിയും. ഇനി അച്ഛൻ മരിച്ചല്ലോ, ഇനി ഇത് വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ ആ പാത്രം എടുത്തുകൊണ്ട് വയ്ക്കും. അവർ ചോദിക്കും, എന്തിനാണ് മകനെന്ന് ചോദിക്കും. പറയും, ഇത് അച്ഛൻ കിടക്കുമ്പോൾ എനിക്ക് തരാനുള്ളതാണെന്ന്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. മാതാപിതാക്കൾ അവരുടെ പ്രാർത്ഥനയുടെ ഫലം, ഇവിടെ സത്കർമ്മങ്ങളുടെ ഫലമാണ് നമുക്ക് കിട്ടുന്ന എല്ലാ പുണ്യവും. ആ പുണ്യം നമ്മൾ മറന്നു പോകരുത്. എനിക്ക് വളരെ വിഷമമുണ്ട്. ഒരുപാട് മാതാപിതാക്കളുടെ ദുഃഖം, പ്രത്യേകിച്ച് ഭർത്താവ് കുറേ കഴിയുമ്പോൾ ഭർത്താവ് മരിക്കും, ഇല്ലെങ്കിൽ ഭാര്യ മരിക്കും. ഇവരെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ അവർക്ക് ആകെയുള്ള ആശ്രയം മക്കൾ വിദേശത്തുനിന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയോ അവർക്കൊക്കെ ഒരുപാട് പണമുണ്ട്. എല്ലാവരും വിദേശത്താണ്, മക്കളൊക്കെ വിദേശത്താണ്, ഒരുപാട് പണമുണ്ട്. എന്തിന് പണം? ആർക്ക് പണം? വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഭക്ഷണം? AC ഇട്ട് കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ഉറക്കം? ഇതെല്ലാം തന്നെ ഭൗതികമായ ചിന്തകളിൽ ഈ ഒരുപാട് ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചിട്ട് അവകാശികളില്ലാതെ കിടപ്പുണ്ട്. ഒരുപാട് പണം, ഒരുപാട് ഭൂമികൾ. നമ്മളിത് തിരിച്ചറിയണം. ഇന്നത്തെ യുവതലമുറ തിരിച്ചറിയേണ്ട ഒരുപാട് സത്യങ്ങളാണ്. എനിക്ക് വളരെ ദുഃഖമുണ്ട് ഓരോ ദിവസവും സഹോദരികളും സഹോദരന്മാരും തമ്മിലുള്ള വസ്തുതർക്കങ്ങൾ. അവരുടെ കാലം കഴിഞ്ഞ് അടുത്ത തലമുറയാണെങ്കിലും ഈ കേസിനൊരു വിധിയാവത്തില്ല. അവർക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, അർഹതപ്പെട്ടില്ലാത്തത് സ്വന്തമാക്കുന്നത്. മരിക്കാൻ കിടക്കുന്ന അമ്മയുടെ ബിൽപത്രം കയ്യൊപ്പ് പതിപ്പിച്ച് സ്വത്ത് സ്വന്തമാക്കിയിട്ട് കേസ് പറയുന്നത്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ കിടക്കും കുറേ കാലം. ഏത് കേസും അങ്ങനെയാണ്. ഇന്ന് കൊടുത്ത് നാളെ വിധിയാവത്തില്ല ഒരു കേസും. എത്രയോ വർഷങ്ങൾ കേസ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ജില്ലാ കോടതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോടതികൾ കയറി അവസാനം വിധി പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് എന്തിനാണ് യുദ്ധം എന്ന് പറയുന്ന പോലാണ് കോടതിയിലെ ഓരോ കാര്യങ്ങളും. അങ്ങനെ ധർമ്മമില്ലാത്തത് ചെയ്തവർക്ക് അതിൻ്റെ ഭീകരമായ ദുരന്തം അനുഭവിച്ചേ പറ്റുള്ളൂ. സത്യസന്ധമായി ജീവിക്കുന്നവരെ കള്ളക്കേസ് കുരുക്കിയാൽ അവൻ്റെ 3 തലമുറ അതിൻ്റെ ഫലം അനുസരിച്ച് നശിച്ചു പോകും. ഞാനിവിടെ ചിലരുടെ ഫലം നോക്കുമ്പോൾ പറയുന്നുണ്ട്, 3 തലമുറ ഇന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നോ, അദ്ദേഹം ഭൂമി സംബന്ധമായ ഇന്നയാളാണോ, ഇദ്ദേഹം പലിശയ്ക്ക് പണം കൊടുക്കുന്നവനായിരുന്നു, ഇദ്ദേഹം 2 കല്യാണം കഴിച്ചിട്ട് ആദ്യ ഭാര്യയെ കൊന്നവനാണോ? ഇതൊക്കെയുണ്ട്. ഇല്ലെങ്കിൽ ഭർത്താവിന് വിഷം കൊടുത്ത ഭാര്യമാർ, ഭർത്താവിനെ ഭ്രാന്താശുപത്രി കൊണ്ടിട്ട ഭാര്യമാർ, കാമുകനായിട്ട് ഒളിച്ചോടിയ ഭാര്യമാർ, ഇതെല്ലാം ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. തലമുറകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. അപ്പോൾ വാർദ്ധക്യം, മരണം കഴിഞ്ഞിട്ട് വേറൊരു അവസ്ഥയുണ്ട്, മരണാനന്തര ജീവിതം. അതൊരു ജീവിതമാണ്. ഞാൻ എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകളെടുത്താൽ എല്ലാം ക്രിയേഷനല്ല, ഓരോ സ്ഥലത്ത് നടന്ന കഥകളാണ്. അതേപോലെ മനുഷ്യൻ ജീവിക്കുമ്പോൾ സത്യസന്ധമായ ജീവിതവും നല്ല ഭൂമിയും നല്ല വീടും. നല്ല ഭൂമി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങൾ ഒരു നല്ല ഭൂമി തിരഞ്ഞെടുക്കുന്നതിന്. ഇപ്പോൾ പണം പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നവൻ അവിടുത്തെ വീട്ടുടമസ്ഥയെ ഇറക്കി വിട്ടിട്ട് വാങ്ങിച്ച ഭൂമി വിറ്റാൽ ഒരിക്കലും ആ വീട് ഗതി പിടിക്കത്തില്ല. അപ്പോൾ സത്യസന്ധമായ മാർഗത്തിലൂടെ ജീവിക്കാത്ത, സത്കർമ്മങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് കിട്ടിയാൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അതെല്ലാം ദുരന്തമായി തീരും. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക, നല്ല ഭൂമിയിൽ വസിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. 100 നെറ്റി മുഴുവൻ കുങ്കുമക്കുറി ഇട്ടുകൊണ്ട് ഉള്ള അമ്പലങ്ങളിലെല്ലാം പോയിട്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരാളെ അറിയാം. ക്യാൻസർ കണ്ടുവന്ന് മരിക്കുക, സർവ്വവും നശിക്കുകയും ചെയ്തു.
ദൈവം സത്യത്തിന് മാത്രമേ കൂട്ടു നിൽക്കത്തുള്ളൂ, സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ കൂട്ടു നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലാണെങ്കിലും കുട്ടികളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ യു കെയിൽ എന്തുമാത്രം ആൾക്കാർ എല്ലാവരും യു കെയിലേക്ക് വിടുവാണ് ആൾക്കാരെ. അവിടെ നിന്ന് ഡെയിലി വിളിക്കുക കുട്ടികൾ, ഒരു നിവൃത്തിയില്ല, അവിടെ വേണ്ട ആൾക്കാരെ. അപ്പോൾ അവിടുത്തെ സ്ഥിതി മനസ്സിലാക്കണം. വിദേശത്ത് കുട്ടികളെ പഠിപ്പിച്ച് അഭിമാനം കൊള്ളുകയല്ല വേണ്ടേ, അവരെ സ്നേഹവും ആത്മാർത്ഥതയും പഠിപ്പിച്ചുകൊണ്ട് അവസാന കാലത്ത് നമുക്കൊരു തണലായി തീരേണ്ട മക്കളെയാണ് നമുക്ക് ആവശ്യം. അതിന് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇത്രയും പറയുന്നത് ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇവിടെ വരുന്ന അനുഭവങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അച്ഛനമ്മമാരെ സ്നേഹിക്കണം. അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തുമ്പോൾ പഠിപ്പിച്ചിട്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്, അതിൻ്റെ കൂടെ സ്നേഹവും കൂടെ പറഞ്ഞു കൊടുക്കണം, ബന്ധങ്ങളുടെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.